കഴിഞ്ഞ ദിവസം സമരാഗ്നിയുടെ വേദിയിലെ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ എത്താൻ വൈകിയതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് കെ. സുധാകരൻ അദ്ദേഹത്തിനെതിരെ ഒരു അസഭ്യ പരാമർശം നടത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ പ്രചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷം നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്ത് വന്ന് ഇതിനോടൊക്കെ പ്രതികരിച്ചിരുന്നു. വി.ഡി. സതീശനും കെ. സുധാകരനും പരസ്പരം ന്യായീകരിക്കുകയും അവർ വാർത്താ സമ്മേളനത്തിലൂടെ തങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച കണ്ടതാണ്. ഇപ്പോഴിതാ മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ കെ. മുരളീധരൻ തന്നെ നേരിട്ട് പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മാധ്യമങ്ങൾ പറയുന്നത് പോലെ ആണെങ്കിൽ കെ. സുധാകരന്റെ പ്രയോഗം തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു വാചകമാണെന്നും ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാമെന്നും മുഴുവൻ വാചകമാണ് പറഞ്ഞതെങ്കിൽ അത് തമിഴിൽ പറയുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗമാണെന്നും അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി, അതൊന്നും പാർട്ടിയിലെ വഴക്കിന്റെ ഭാഗമല്ല എന്നുമാണ് കെ. മുരളീധരൻ പ്രതികരിച്ചത്. അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. ഫുൾ സെൻറ്റൻസാണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്, അതല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി, അതൊന്നും പാർട്ടിയിലെ ഒരു വഴക്കിൻ്റെ ഭാഗമല്ല. കഴിഞ്ഞ ദിവസമാണ് KPCC നടത്തുന്ന പരിപാടി സമരാഗ്നിയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനം ഒരു വിവാദ വേദിയായി മാറുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ എത്താൻ വൈകുകയും അതുപോലെ തന്നെ കെ. സുധാകരൻ അതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് DCC പ്രസിഡന്റായ വി. ബാബു പ്രസാദിനോട് അദ്ദേഹത്തിന്റെ ആ ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അസഭ്യ പ്രയോഗം വി.ഡി. സതീശനെതിരെ അസഭ്യ പ്രയോഗം നടത്തുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഉണ്ടായി. അദ്ദേഹം ഇത്തരത്തിൽ ഒരു അസഭ്യ പ്രയോഗം നടത്തുമ്പോൾ വേദിയിലുണ്ടായിരുന്ന മൈക്കുകൾ ഓണാണെന്ന് കെ. സുധാകരൻ അറിഞ്ഞിരുന്നില്ല. തെറിവിളി പരസ്യമായതോടെ ബാബു പ്രസാദും അതുപോലെ തന്നെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാനും പെട്ടെന്ന് ഇടപെടുകയായിരുന്നു. മൈക്കുകൾ ഓണാണെന്ന് സുധാകരനെ ഇവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ KPCC അധ്യക്ഷൻ നിശബ്ദനാവുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ സംഭവം ചർച്ചയായതിനു ശേഷം വി.ഡി. സതീശൻ ഒപ്പമുള്ളവരോട് താൻ രാജിവെക്കാം എന്ന് പറഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തോട് കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഈ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹം ഫോണിൽ വിളിച്ച് ഇരുവരോടും സംസാരിച്ചതോടെ തങ്ങൾ സഹോദരങ്ങളെ പോലെയാണ്, തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ. സുധാകരനും മാധ്യമപ്രവർത്തകരെ കണ്ട് നേരിട്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്താനൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ വിഷയം പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. അതിന് ഒരു അന്ത്യവും ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് KPCC ഇരു നേതാക്കളും വി.ഡി. സതീശനും കെ. സുധാകരനും സംയുക്തമായി നടത്താനിരുന്ന KPCCയുടെ പരിപാടിയായ വാർത്താ സമ്മേളനം സമരാഗ്നിയുടെ ഭാഗമായി നടത്താനിരുന്ന യോഗം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ടയിൽ വെച്ച് നടത്താനിരുന്ന സമരാഗ്നിയുടെ പരിപാടിയാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇരു നേതാക്കളും വി.ഡി. സതീശനും കെ. സുധാകരനും തമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വിവാദ വിഷയം തന്നെയാണ് ഇതിന് കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ വി.ഡി. സതീശനും കെ. സുധാകരനും ഇരുവരും രംഗത്ത് വന്ന് പരസ്പരം ന്യായീകരിച്ചുകൊണ്ട് എത്തിയിട്ട് പോലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിനുള്ളിൽ തന്നെ ഒതുക്കി തീർക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും പുറമേ നിന്നറിയാൻ സാധിക്കുന്നത് അവർ തമ്മിലുള്ള ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ രമ്യതയിൽ എത്തിയിട്ടില്ല എന്നാണ്. വാർത്താ സമ്മേളനത്തിലെല്ലാം തന്നെ തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, സഹോദരങ്ങളെ പോലെയാണ് എന്നൊക്കെ പറയുന്നെങ്കിലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരാത്തത് കൊണ്ടാണ് പത്തനംതിട്ടയിൽ ഇന്ന് നടത്താനിരുന്ന ആ ഒരു പരിപാടി സമരാഗ്നിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന ആ ഒരു പരിപാടി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ അതേസമയം ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വി.ഡി. സതീശൻ എത്തില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നതായൊക്കെ വി.ഡി. സതീശന്റെ ഓഫീസിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. ആ ഒരു ന്യായീകരണമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനകത്തുള്ള അസ്വാരസ്യങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ നാളുകളായി ചർച്ച ചെയ്യുകയും വാർത്തകളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു പരസ്യമായ ഒരു അസഭ്യ പ്രയോഗം, അതും കെ. സുധാകരനെ പോലെ ഒരു നേതാവ് വി.ഡി. സതീശനെ പോലെ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് നടത്തുകയും അതും ഇരുവരും
ഇരുവരും സംയുക്തമായി നടത്തേണ്ടിയിരുന്ന ഒരു പരിപാടിയിൽ, ആ ഒരു ചടങ്ങിൽ, ആ ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഇത്തരത്തിലൊരു പ്രയോഗം നടത്തിയത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ വളരെ മോശമായി തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കെ സുധാകരൻ പറയുന്ന പല പ്രസ്താവനകളും അതുപോലെ തന്നെ നിലപാടുകളുമൊക്കെ കോൺഗ്രസിന് തീർച്ചയായിട്ടും ഒരു ബാധ്യതയാവുന്ന അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിൽ ഒരു പരിഹാസ രൂപേണ അദ്ദേഹം ഇങ്ങനെ കുറെ വാക്കുകൾ പറയുന്നത്. കെ സുധാകരനെ കുറിച്ചും വി ഡി സതീശനെ കുറിച്ചും ഒക്കെ ഇത്തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ പരിഹസിക്കുന്നതാണോ, കെ സുധാകരനെയും വി ഡി സതീശനെയും പരിഹസിക്കുന്നതാണോ, അതോ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണോ പരിഹസിക്കുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം പരിഹാസ രൂപേണ പരിഹസിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ വി ഡി സതീശൻ ഈ സംഭവത്തെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് മറുപടി പറയവേ അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു മറുപടിയാണ് മാധ്യമപ്രവർത്തകർ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ അത്തരത്തിൽ ഏത് മാധ്യമപ്രവർത്തകരാണ് ഇത്തരത്തിലൊരു പദപ്രയോഗം നടത്തിയത് എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ അത്തരത്തിൽ ഒരിക്കലും ഒരു ക്യാമറാമാനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്ന വാക്കല്ല അത്. എന്നിരുന്നാൽ പോലും സ്വയം ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി തങ്ങൾ സഹോദരങ്ങളെ പോലെയാണ്, തങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ വരെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു അന്ന് വി ഡി സതീശൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു റിപ്പോർട്ടർ, ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു ക്യാമറാമാൻ വൈകിയാൽ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു വാക്കാണ് ഇത് എന്നാണ് വി ഡി സതീശന്റെ ന്യായീകരണം. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു മറുപടിയല്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരിക്കുന്ന വി ഡി സതീശൻ ഒരു കാരണവശാലും, അത് തമാശ രൂപയാണെങ്കിൽ പോലും ഇത്തരത്തിൽ സംസാരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ സ്ത്രീകൾ അടക്കമുള്ളവർ വേദിയിലും മറ്റുമായി ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കെ സുധാകരൻ ഒരു അസഭ്യ പദപ്രയോഗം നടത്താൻ ആരാണ് അദ്ദേഹത്തിന് അധികാരം നൽകിയത്? അതുമാത്രമല്ല, അതിനെ ന്യായീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ സംസാരിക്കാനും അദ്ദേഹത്തിനും അതുപോലെ തന്നെ വി ഡി സതീശനും സാധിക്കുന്നു എന്നത് തികച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കോൺഗ്രസിനുള്ളിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള പ്രശ്നത്തിന് അവസാനം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം അതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് പത്തനംതിട്ടയിൽ വെച്ച് KPCCയുടെ സമരാഗ്നിയുടെ ഭാഗമായി നടത്താനിരുന്ന പരിപാടി റദ്ദാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദ വിഷയം കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് ഇതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കുക എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. ഫുൾ സെൻറ്റൻസാണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്, അതല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊന്നും പാർട്ടിയുടെ ഒരു വഴക്കിൻ്റെ ഭാഗമല്ല.